ന്യൂസ് കാസർഗോഡ്. പെരിയാറിൽ നിന്നും കിൻഫ്രയിലേക്ക് വാണിജ്യ ആവശ്യത്തിന് വെള്ളം കൊണ്ടുപോകുന്ന പദ്ധതി നാളെ മുതൽ പുനരാരംഭിക്കും. എന്ത് വില കൊടുത്തും നിർമ്മാണം തടയുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. എറണാകുളം വലിയ കുടിവെള്ളക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ പദ്ധതി അംഗീകരിക്കാനാകില്ലെന്നാണ് നേതാക്കളുടെ വാദം. പെരിയാറിന്റെ തീരത്ത് പ്രത്യേക പമ്പിംഗ് സംവിധാനം ഒരുക്കിയ ശേഷം കാക്കനാട് കിൻഫ്രയിലേക്ക് 45 MLD വെള്ളം കൊണ്ടുപോകുന്നതാണ് നിർദ്ദിഷ്ട പദ്ധതി. കനത്ത പ്രതിഷേധങ്ങളെ തുടർന്ന് ഇതിന്റെ നിർമ്മാണം മുടങ്ങിക്കിടക്കുകയായിരുന്നു. സ്ഥലം MLA ആയ അൻവർ സാദത്തിന് കത്ത് നൽകി. ഇതോടെയാണ് പദ്ധതി തടയാൻ കോൺഗ്രസ് നേതാക്കൾ തീരുമാനിച്ചത്. 190 MLD കുടിവെള്ള പദ്ധതിയും ജൽജീവൻ മിഷന്റെ പദ്ധതിയും പ്രാവർത്തികമാക്കി പെരിയാറിലെ ജലലഭ്യത പരിശോധിച്ചതിനു ശേഷമേ കിൻഫ്രയിലേക്കുള്ള പദ്ധതിയെക്കുറിച്ച് ആലോചിക്കാവൂ എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, വാണിജ്യ ആവശ്യത്തിനായി കടമ്പ്രയാറിലെ വെള്ളം ഉപയോഗിക്കണമെന്ന നിർദ്ദേശവും ഇവർ മുന്നോട്ട് വെക്കുന്നു. കേരള വാട്ടർ അതോറിറ്റിയുടെ സ്റ്റഡി പ്രകാരം അതിരൂക്ഷമായ ജലക്ഷാമം നേരിടുമെന്ന് നിലവിൽ റിപ്പോർട്ടുകളുണ്ട്. സാധാരണക്കാർക്ക് കുടിവെള്ളം കൊടുക്കുന്ന പദ്ധതിക്ക് പ്രയോറിറ്റി കൊടുക്കണമെന്ന് അവരുടെ സ്റ്റഡി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്രയും അധികം വെള്ളം പെരിയാറിൽ ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയവും നിലനിൽക്കുകയാണ്. ശുദ്ധജലക്ഷാമം അതിൻ്റെ ഏറ്റവും തീവ്രമായ സ്ഥിതിയിൽ നിൽക്കുമ്പോഴാണ് എല്ലാ ജനപ്രതിനിധികളുടെയും എതിർപ്പുകൾ മറികടന്ന് കേരള വാട്ടർ അതോറിറ്റിയുടെ റിപ്പോർട്ടിനെ മറികടന്നുകൊണ്ട് ഇന്ന് കിൻഫ്രയ്ക്ക് വേണ്ടി ഇറിഗേഷന്റെ റിപ്പോർട്ട് എല്ലാം മറികടന്ന് കൊണ്ടാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ അടക്കം റിപ്പോർട്ടുകൾ കാറ്റിൽ പറത്തിയാണ് ഇപ്പോൾ പദ്ധതി പുനരാരംഭിക്കുന്നതെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നു. ജലവിഭവ വകുപ്പ് മന്ത്രിക്കും കിൻഫ്രയ്ക്കും വിയോജിപ്പ് രേഖപ്പെടുത്തി അൻവർ സാദത്ത് MLA കത്ത് നൽകിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. ആലക്കോട് സഹോദരന്മാർ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് വീട് തീവെച്ച് നശിപ്പിച്ചു. സ്വത്ത് തർക്കമാണ് സംഭവത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ആലക്കോട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.